ഹലോ ഫ്രണ്ട്സ്, സിനിമ ദർശിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക, സ്പോയിലേഴ്സ് ഉണ്ടാകുന്നതാണ്. MC ജിതിൻ്റെ സംവിധാനത്തിൽ നസ്രിയ നസീമും ബേസിലും മുഖ്യ കഥാപാത്രങ്ങളായി വന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ പേരാണ്. സിനിമയുടെ പേരും സിനിമയുടെ കഥയുമായിട്ടുള്ള ബന്ധം നോക്കാം. നായികയുടെ പേര് പ്രിയദർശിനി. പ്രിയദർശിനിയുടെ സൂക്ഷ്മ ദർശനങ്ങളാണ് സിനിമയിലുടനീളം കാണാവുന്നത്. പ്രിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ട് ചെയ്യുകയും അതിലൂടെ തന്നെയാണ് ഈ കഥാതന്തുവിൻ്റെ ചുരുൾ നിവർന്നു വരുന്നതും. പ്രിയ ഒരു QC അനലിസ്റ്റ് ആയിട്ടാണ് ജോലി നോക്കുന്നതെന്ന് ഈ ഒരു സീനിൽ നിന്ന് വ്യക്തമാണ്. അതുകൂടാതെ താൻ MSc മൈക്രോബയോളജിയാണ് പഠിച്ചതെന്ന് മാനുവലിൻ്റെ സഹോദരിയോടും പറയുന്നുണ്ട്. മൈക്രോബയോളജിസ്റ്റുകൾ പൊതുവെ ജോലിയുടെ ഭാഗമായിട്ട് സൂക്ഷ്മദർശിനികൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. സോ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം. അതുപോലെ സിനിമയുടെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ സൂക്ഷ്മദർശിനിയിലെ മദർ എന്ന വാക്കിന് ചുറ്റും ഒരു വലയം വരച്ചിരിക്കുന്നത് കാണാം. ഇതിലൂടെ കഥ മദറിനെ തിരയൽ അല്ലെങ്കിൽ അമ്മച്ചിയെ ചുറ്റിപ്പറ്റിയാണെന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഈ ഒരു സീനിൽ മാനുവൽ പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പ്ലാനിങ് വേണം, അത് ഓർഗാനിക് ആണെങ്കിലും അല്ലെങ്കിലും എന്നാണ് പറയുന്നത്. ഇതിലൂടെ മാനുവലും ടീമും വ്യക്തമായ പ്ലാനിങ് നടത്തിയാണ് ഈ ഒരു പഴയ വീട്ടിലെത്തിയതെന്ന് സാരം. മാനുവലിൻ്റെ ഓരോ ആക്ഷനിലും അത് പ്രേക്ഷകന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെ പെട്ടെന്ന് തന്നെ സ്റ്റെഫിയോട് അടുപ്പം കാണിക്കുകയും അവളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അയൽപ്പക്കത്തെ ഓരോ വീട്ടുകാരും അവരുടെ റൂട്ടീനും പിടിക്കാനായിട്ട് ഫേക്കായിട്ടുള്ള സൗഹൃദം നടക്കുകയും ചെയ്യുന്നുണ്ട്. അസ്മയുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഡേറ്റ്, പള്ളിയിൽ പോകുന്ന ഡേറ്റ്, പ്രിയയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ് എല്ലാം മാനുവൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. പ്ലാനിങ്ങിന് അനുസൃതമായിട്ട് ഈ ഡേറ്റുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നെവർ അപ്പോളജൈസ് ഫോർ ബീയിങ് എ സ്ട്രോങ് വുമൺ എന്ന് മാനുവൽ സ്റ്റെഫിയോട് പറയുന്നുണ്ട്. തൻ്റെ സഹോദരി ഡയാനയുടെ ഇൻസ്റ്റയിലെ കോഡ്സ് കോപ്പി അടിച്ചതാണിതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പ്രിയ ഡയാനയുടെ ഇൻസ്റ്റ നോക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്കവിടെ കാണാം. ഈ ഒരു ഇൻസ്റ്റ ID-യിലൂടെ തന്നെ ഡയാന ഒരു വെഡ്ഡിംഗ് പ്ലാനർ ആണെന്നും അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ നെയിമും അതുപോലെ തന്നെ അതിഥി ഒരു ഫോട്ടോഗ്രാഫറാണെന്നും വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കാര്യവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ടെഡ്ഡി പാവ സിനിമയിൽ പലപ്പോഴായിട്ട് വരുന്നുണ്ട്. ഡയാന ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവളുടെ ബാഗിൽ വെക്കുന്ന പാവയാണിത്. എന്നാൽ പിന്നീട് പ്രിയയുടെ മകൾ വരുമ്പോൾ അലമാരയിൽ കാണുന്നതും ഇതേ പാവയെ തന്നെയാണ്. ഇതിൽ നിന്നും തന്നെ ഡയാന തിരിച്ചു പോയിട്ടില്ല എന്ന് വ്യക്തമാണ്. അഡോപ്ഷനുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് തന്നെ ഡയാന ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോകാൻ പ്ലാൻ ഇടുന്നത്. ഒരു പക്ഷേ ആ കുഞ്ഞിന് സമ്മാനമായി കൊടുക്കാൻ വേണ്ടിയാകാം തനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പാവയെ ഡയാന പാക്ക് ചെയ്യുന്നത്. ഈ പാവ തന്നെയാണ് ഡയാനയുടെയും മാനുവലിൻ്റെയും കുട്ടിക്കാലം കാണിക്കുമ്പോൾ ഡയാനയിൽ നിന്നും മാനുവൽ പിടിച്ചു വാങ്ങുന്നതായിട്ട് കാണിക്കുന്നത്. ഒടുവിൽ ക്രൈമിന് ശേഷം ഡയാനയുടെ വസ്ത്രവും പാസ്പോർട്ടും ഒക്കെ കത്തിക്കുമ്പോൾ ഈ പാവ കൂടി കത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കറിവേപ്പ് അമ്മച്ചി വെട്ടിച്ചത് എന്തിനാകാം? ഒരു പക്ഷേ തങ്ങളുടെ പറമ്പിലെ മുതലിൽ പ്രിയ അനധികൃതമായിട്ട് കൈക്കടത്തുന്നത് കൊണ്ടാകാം. പോരാത്തതിന് ക്രൈം പ്ലാനുമായി വന്ന അമ്മച്ചിക്ക് പ്രിയയുടെ അടുപ്പം കാണിക്കലും പരിചയം പുതുക്കലും ചുഴിഞ്ഞു നോട്ടവും അത്ര ഇഷ്ടമാകുന്നുണ്ടായിരിക്കില്ല. ഇത് വ്യക്തമാക്കാൻ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സീനിൽ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ അക്വാറീജിയെ പറ്റി സെർച്ച് ചെയ്യുന്നത് കാണാം. അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. എന്നാൽ അക്വാറീജിയ ഉപയോഗിച്ച് തന്നെയാണോ മറിച്ച് മറ്റെന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചാണോ ബോഡി നശിപ്പിച്ചതെന്ന് സിനിമയിൽ വ്യക്തമല്ല. ഗ്രേസ് ബേക്കറിയുടെ ഉടമയായിട്ടുള്ള മാനുവലിൻ്റെ വാഹനത്തിലും മറ്റും ഗ്രേസ് ബേക്കറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ ക്ലൈമാക്സിനടുത്ത് വരുന്ന സീനിൽ പ്രിയ ബേക്കറിയിൽ ചെല്ലുമ്പോൾ അവിടെ പുതിയ ഔട്ട്ലെറ്റ് തുറക്കുന്നതിൻ്റെ പരസ്യവും ഈ ഒരു സീനിൽ ആ സ്ഥാപനത്തിലേക്കായിട്ടാകാം സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് പരസ്യപ്പെടുത്തിയിരിക്കുന്നതും കാണാം. കഥയുടെ തുടക്കത്തിലും അവസാനത്തിലും കാണിക്കുന്ന ഈ ഒരു കാറിടിക്കുന്ന സീൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ടാണ്. കഥയുടെ ആദ്യത്തിൽ തന്നെ പ്രിയയും മാനുവലിൻ്റെ ടീമും തമ്മിൽ അറിയാതെ ഉണ്ടാകുന്ന ഫസ്റ്റ് കൊളീഷൻ ഇതാണ്. എന്നാൽ ബാക്കിലെ കാറിൽ തട്ടിയിട്ടും വണ്ടി വിട് എന്ന് പറഞ്ഞ് മാനുവൽ മുന്നോട്ട് പോകുന്നു. കാറിൻ്റെ പെയിൻറ് പോയത് കണ്ട പ്രിയയും ഇതാരാണ് ചെയ്തതെന്ന് അറിയുന്നില്ല. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രിയ വില്ലന്മാരെ ഇടിച്ചിടാൻ ഉപയോഗിക്കുന്നതും ഇതേ കാറാണ്.
ഇതിനർത്ഥം തുടക്കത്തിലെ അവരുടെ പ്ലാനിങ്ങിൽ വന്ന പ്രിയയെ അവർ വളരെ നിസ്സാരമായി കണ്ട് പ്ലാനിങ്ങിൽ മുന്നോട്ട് പോയതാണ്. കാറ് തട്ടിയിട്ടും വണ്ടി കൊണ്ട് മുന്നോട്ട് പോയ പോലെ. എന്നാൽ അത് തന്നെ അവർക്ക് വിനയായി മാറുകയും അവരുടെ പ്ലാൻ പൊളിയുകയും ചെയ്യുന്നു. ഈ ഒരു സിനിമയിൽ എനിക്ക് കണ്ടെത്താനായിട്ടുള്ള ചെറിയ ചില സൂക്ഷ്മദർശനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കണ്ടെത്തിയ ആ ഹിഡൻ ഡീറ്റെയിൽസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അതെ, പിന്നൊരു കാര്യം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്